അപ്പൊ ആമുഖമായിട്ട് ഡെന്നീസിനെ എനിക്ക് കുറച്ചാളായിട്ട് പരിചയമുണ്ട്. അപ്പൊ അദ്ദേഹം വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഡെലോയിറ്റിലാണ്. ബാക്കി വിശദമായ കാര്യങ്ങൾ അദ്ദേഹം പറയും. നേരിട്ട് പരിചയമുള്ള ആൾക്കാർ രാമകുട്ടി സാറും ഞാനും മാത്രമേ ഉള്ളൂ. അരിയുണ്ടെന്ന് തോന്നുന്നു. ഞാൻ മിണ്ടാതിരിക്കുമല്ലേ. ഓക്കെ. അരി എവിടെ വർക്ക് ചെയ്യുന്നത്? സാറേ ഞാൻ മെഡിക്കൽ കോളേജിൽ തന്നെ ഉണ്ട് സാറേ, തിരുവനന്തപുരം. PG ചെയ്യുക. ഡിപ്പാർട്ട്മെന്റാ? കമ്മ്യൂണിറ്റി മെഡിസിനിലെ. പിടി കിട്ടിയില്ല കേട്ടോ. സാറിനെ നാറ്റ്കോണിനൊക്കെ വിളിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു സാറേ. ഡെന്നീസ് വന്ന നാറ്റ്കോൺ നടത്തിയത് ഞങ്ങളാ. ഞാനാണ് ഡെന്നീസിനെ സജസ്റ്റ് ചെയ്തല്ലേ? അതെ സാറാ സജസ്റ്റ് ചെയ്തേ. അപ്പൊ AI യൂസ് ചെയ്യുന്നത് എന്താണ്, ഹെൽത്ത് കെയറിൽ റിലേറ്റഡ് ആയിട്ടാണോ അവിടെ വർക്ക് ചെയ്യുമ്പോൾ? അതെ, ഞാനിപ്പം വർക്ക് ചെയ്യുന്നത് ഡെലോയിറ്റിലെ ലൈഫ് സയൻസസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രാക്ടീസിൽ തന്നെയാണ്. അപ്പം ഞാൻ സീനിയർ ഡാറ്റ സയന്റിസ്റ്റ് ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ കൂടുതലും വർക്ക് ചെയ്യുന്നത് ഈ റിയൽ ഡാറ്റ, അതായത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്, മെഡിക്കൽ ക്ലെയിംസ്, അതിന്റെ അകത്ത് അത് മൈൻ ചെയ്ത് അഡ്വാൻസ്ഡ് അനലിറ്റിക്സ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയാണ് മെയിൻ ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ ടീം അല്ല ഞാനും ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ഒരു രീതിയിൽ ഹെൽത്ത് റിലേറ്റഡ് ഡാറ്റയാണ്. ഓക്കെ. ഈ ആളുകളുടെ റെക്കോർഡിംഗ് ഉണ്ടല്ലോ, എപ്പിലെപ്സി പേഷ്യൻസിന്റെ. ഓക്കെ ഓക്കെ. അപ്പൊ ആ ഡാറ്റയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം കണ്ടപ്പോ പെട്ടെന്നൊരു സംശയം. ഓ ശരി ശരി. ഓക്കെ. എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഞാൻ MBBS ചെയ്തു. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. MBBSന് ശേഷം ഞാൻ മാസ്റ്റേഴ്സ് ഇൻ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി IIT ഖരഗ്പൂരിൽ MBBS ഗ്രാജുവേഷനുള്ള ഒരു 3 ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്. അപ്പം ഞാൻ അതിനാണ് ജോയിൻ ചെയ്തത്. കുറച്ച് വഴി മാറി പോയി. അപ്പം അവിടെ നിന്നാണ് ഈ ഒരു ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടേഷണൽ എപ്പിഡെമിയോളജി അതിലൊക്കെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഇപ്പം കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഞാനിപ്പം ഡെലോയിറ്റിൽ അവരുടെ ലൈഫ് സയൻസ് പ്രാക്ടീസിൽ വർക്ക് ചെയ്യുന്നു. ബാംഗ്ലൂരാണല്ലേ? ബാംഗ്ലൂർ, അത് തന്നെ. ബാംഗ്ലൂർ ആണല്ലേ? ഞാനും ബാംഗ്ലൂർ ബാംഗ്ലൂരാണോ? ഞാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഓ ഓക്കെ ഓക്കെ. കൊറോണ വന്നുകൊണ്ട് നാട്ടിൽ വന്നത്. ഓ ഓക്കെ. ഞങ്ങളുടെ ഓഫീസും ഷട്ട് ഡൗൺ ആണ്. അതുകൊണ്ട് ഇപ്പോൾ വർക്കിംഗ് ഫ്രം ഹോം. അതന്നെയാണ് ഇവിടെയും, വർക്ക് ഫ്രം ഹോം ആണ്. ഞങ്ങളുടെ സെപ്റ്റംബർ വരെയും ഷട്ട് ഡൗൺ ആണെന്ന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്. അത് കഴിഞ്ഞുള്ള കാര്യം പിന്നെ തീരുമാനിക്കത്തുള്ളൂ. പിന്നെ ഇന്നിപ്പോ രാത്രി 8 മുതൽ ബാംഗ്ലൂർ കംപ്ലീറ്റ് ലോക്ക്ഡൌണിലോട്ട് പോവാണ് ഒരാഴ്ചത്തേക്ക്. എന്റെ 2 ഫ്രണ്ട്സ് തിരിച്ചു പോയായിരുന്നു നിംഹാൻസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അവരൊക്കെ ലോക്കലായിട്ടുണ്ട്. ഇത് ഒഫീഷ്യലി റെക്കോർഡ് ചെയ്ത് തുടങ്ങിയോ? അത് സ്റ്റാർട്ടിങ് മുതൽ റെക്കോർഡിംഗ് ആണ്. പക്ഷെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അൺവാണ്ടഡ് കട്ട് ചെയ്തിട്ടില്ലായിരുന്നല്ലോ ഫ്രണ്ടില്. കുഴപ്പമില്ല. ജിജോ ലാസ്റ്റ് ഡേയുടെ ക്ലാസ് വന്നില്ലേ വീഡിയോ? അത് പിന്നെ സനീഷ് കഴിഞ്ഞ ദിവസം ഇല്ലായിരുന്നു, അപ്പൊ യാത്രയിലായിരുന്നു. അവര് തൃശ്ശൂരായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവര് ഇന്നലെ ഇടാന്ന് എന്നോട് പറഞ്ഞ്, ഞാൻ ചെക്ക് ചെയ്തില്ല. ഇന്ന് രണ്ടും കൂടെ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ആണെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, വി കാൻ സ്റ്റാർട്ട്. ഓക്കെ ഡെന്നിസ്. ഓക്കെ ഓക്കെ. സോ ഞാനിതൊരു പ്രസന്റേഷൻ ആണ് ഉദ്ദേശിച്ചേക്കുന്നത്. കൂടുതലും ഈ ഹെൽത്ത് കെയർ രംഗത്തിൽ ഈ AI-യുടെ അല്ലെങ്കിൽ മെഷീൻ ലേണിംഗിന്റെ ആപ്ലിക്കേഷനെ പറ്റിയൊക്കെ ഒന്ന് ഒരു ഇൻട്രഡക്ഷൻ, പിന്നെ കുറച്ച് എക്സാമ്പിൾസ്, കറന്റ് ട്രെൻഡ്സ്, ഫ്യൂച്ചർ ഡയറക്ഷൻസ്, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഈ പ്രസന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഇതിനെപ്പറ്റി ഒരു ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അപ്പം ജസ്റ്റ് ഗോയിങ് ത്രൂ വൺ എക്സാമ്പിൾ അബൌട്ട് ദ
application of AI in healthcare diagnostics. So ഇത് ആക്ച്വലി ഈ റിസൾട്ട്സ് എന്ന് പറയുന്ന ഒരു 2018 പബ്ലിഷ് ചെയ്ത ഒരു സ്റ്റഡിയാണ്. ഇത് ബേസിക്കലി ദ ക്വസ്റ്റ്യൻ ദാറ്റ് ദേ ആസ്ക്ഡ് വാസ് ക്യാൻ AI അസിസ്റ്റ് ക്ലിനീഷ്യൻസ് ഇൻ ഇന്റർപ്രറ്റിംഗ് മെഡിക്കൽ ഇമേജസ് ബെറ്റർ. സോ ഇത് ബേസിക്കലി അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അവര് ഒരു AI അൽഗോരിതത്തിന് അറൌണ്ട് 1300+ നീ MRI ഇമേജസ് ഫീഡ് ചെയ്തു. അപ്പൊ ഈ നീ MRI ഇമേജസിൽ അവരുടെ നോർമൽ ഇമേജും ഉണ്ട്, അതായത് കുഴപ്പമില്ലാത്ത നീ MRI ഇമേജസും, അതേസമയം തന്നെ ഈ നീയിലുള്ള ലിഗമെന്റ്സ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ടയർ, പ്രത്യേകിച്ച് ഫുട്ബോൾ കളിക്കുന്നവരിലൊക്കെ കൂടുതലും കാണുന്ന ടയർ. അപ്പൊ അതാണ് ബേസിക്കലി ഈ AI അൽഗോരിതത്തിന് അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ ഇത് വെച്ച് അവര് സ്റ്റഡി ചെയ്തതെന്ന് പറഞ്ഞാല് ബേസിക്കലി ആദ്യം ഈ MRI എടുത്തിട്ട് അതിന്റെ റീഡ് ചെയ്ത് റിപ്പോർട്ട് തരുന്ന റേഡിയോളജിസ്റ്റുകളാണ്. സോ ദേ ബേസിക്കലി കമ്പയർഡ് ദ പെർഫോമൻസ് ഓഫ് ഓർത്തോപെഡീഷ്യൻസ് വിത്ത് എക്സ്പെർട്ട് റേഡിയോളജിസ്റ്റ് വെൻ ഓർത്തോപെഡീഷ്യൻസ് വെയർ ആക്ച്വലി ഗിവൺ ആൻ അസിസ്റ്റൻസ് വിത്ത് AI. അതായിരുന്നു ബേസിക്കലി അവർ ചെയ്തത്. സോ ഇവിടെ ഈ ഗ്രാഫിൽ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിഫറെന്റ് മെഷേഴ്സ് ആണ്, അതായത് accuracy, sensitivity and specificity between unassisted and assisted diagnostics. So ഇത് 0 മുകളിലാണെങ്കിൽ അത് AI അസിസ്റ്റൻസ് ഉണ്ടായിരുന്നപ്പോൾ ഓർത്തോപെഡീഷ്യൻസ് ബെറ്റർ ആയിട്ട് ആ ടയറും അങ്ങനെ നീ MRIയിലെ ആ പ്രോബ്ലംസ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം മോർ ദാൻ 0 മീൻസ് they improved their diagnostic accuracy when they were given a assistance with AI. So ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ പല കേസിലും ഇത് മോർ ദാൻ 0 ആണ് when they were given the assistance. And another thing is ഇത് അവർ ഓൾറെഡി എക്സ്പെർട്ട് റേഡിയോളജിസ്റ്റിനെയും ഈ സെയിം MRI ഇമേജസ് കാണിച്ചു. അവര് ഡയഗ്നോസ് ചെയ്ത ആ ഒരു അക്യുറസി ലെവലിലോട്ട് ഓർത്തോപെഡീഷ്യൻസിന്റെ ഡയഗ്നോസ്റ്റിക് അക്യുറസി ഇംപ്രൂവ് ചെയ്തു വെൻ ദേ വർ ഗിവൺ AI. സോ ഇവിടെ ഈ ഗ്രാഫിൽ ഈ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നതാണ് മറ്റേ എക്സ്പെർട്ട് റേഡിയോളജിസ്റ്റിന്റെ പെർഫോമൻസ്. അതേസമയം ഈ റെഡ് ബാർ ആണ് ഓർത്തോപെഡീഷ്യൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് AI. അപ്പൊ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും, ഈ അബ്നോർമാലിറ്റിയിലും ACL ടയറിലും they reached almost at the same level of expert radiologist. അത്രയും വന്നില്ല മെനിസ്കൽ ടയറിൽ, അതൊരു വേറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കാർട്ടിലേജ് ടയർ ആണ്. അപ്പൊ അവിടെ ബട്ട് സ്റ്റിൽ ദേ വർ ഏബിൾ ടു ഇംപ്രൂവ് വിത്ത് ദ AI അസിസ്റ്റൻസ്. അപ്പൊ ഇതാണ് ബേസിക്കലി ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പം വാട്ട് ഡു ദീസ് ഫൈൻഡിങ്സ് മീൻ, റൈറ്റ്? സോ ഈ എക്സാമ്പിൾ വെച്ച് നോക്കുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് AI has the potential to provide rapid preliminary results following MRI exams and improve access to quality MRI diagnosis in the absence of a specialist radiologist. അതാണ് ഒരു ഇൻഫറൻസ് ഇതിൽ നിന്ന്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ പ്രൊവൈഡിങ് ക്ലിനിക്കൽ എക്സ്പേർട്സ്, ഈ കേസിൽ ഓർത്തോപെഡീഷ്യൻസ്, പ്രൊവൈഡിങ് ക്ലിനിക്കൽ എക്സ്പേർട്സ് വിത്ത് പ്രഡിക്ഷൻസ് ഫ്രം എ ഡീപ് ലേണിംഗ് മോഡൽ. ഡീപ് ലേണിംഗ് ഈസ് ആക്ച്വലി എ ടൈപ്പ് ഓഫ് AI model. Could improve the quality and consistency of MRI interpretation. So അതാണ് ഈ എക്സാമ്പിളിൽ നിന്ന് ഉള്ളത്. അപ്പം ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു AI ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. ഈ സ്റ്റഡി നടത്തിയേക്കുന്ന സ്റ്റാൻഫോർഡിന്റെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ മെഡിസിൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. അവര് പ്രത്യേകിച്ച് ഇമേജ് റിലേറ്റഡ് AI ഫീൽഡിൽ അവരൊരു പ്രോമിനന്റ് ഗ്രൂപ്പാണ് ആ ഒരു റിസർച്ച് ഗ്രൂപ്പ്. The same group from Stanford is actually collaborating with medical institutions in Africa for the research and development of AI-driven tools to detect TB, tuberculosis in HIV patients. So അതാണ് ഇത് ഒരു എക്സാമ്പിൾ. നൗ എക്സാമ്പിൾ അത് കഴിഞ്ഞു. ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ടേംസിന്റെ ഡെഫിനേഷൻസും കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് അടുത്തൊരു 2-3 സ്ലൈഡിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഈ AI/ML എന്നൊക്കെ പറയുമ്പം അതുപോലെ തന്നെ കേൾക്കുന്ന ഒരു വാക്കാണല്ലോ ഈ ഡാറ്റ സയൻസ്. സോ വാട്ട് എക്സാക്ട്ലി ഈസ് ഡാറ്റ സയൻസ്? സോ
data science is considered to be a highly multidisciplinary field that uses scientific methods, statistical algorithms, and computer systems to extract insights from the data. അത് ഒരു മൾട്ടി ഡിസിപ്ലിനറി ആണെന്ന് പറഞ്ഞപ്പോൾ ഇത് ബേസിക്കലി ഇതൊരു ഫേമസ് ഒരു വെൻ ഡയഗ്രാം ആണ്. ഇതിന്റെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഡാറ്റാ സയൻസ്. അപ്പൊ ഇപ്പൊ ഹെൽത്ത് കെയർ ഡാറ്റാ സയൻസ് നോക്കുവാണെങ്കിൽ ഈ ഡൊമൈൻ എന്ന് പറയുന്നത് മെഡിക്കൽ സയൻസ് ആ നോളജ് ആണ്. സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് ബയോസ്റ്റാറ്റിസ്റ്റിക്സ്. ദെൻ കോഡിംഗ് പാർട്ട് കംസ് ഫ്രം യുവർ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ആർ, പൈത്തൺ മോസ്റ്റ് കോമൺലി. സോ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് ഇതെല്ലാം നമുക്കൊരു സബ് ഫീൽഡായിട്ട് കാണാൻ പറ്റും ഡാറ്റാ സയൻസിൽ. പക്ഷെ അതേസമയം തന്നെ ഇറ്റ് ഈസ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ് ടു നോ ദാറ്റ് ഡാറ്റാ സയൻസ് ഈസ് ആക്ച്വലി നോട്ട് ലിമിറ്റഡ് ടു AI or ML. സോ ഓൾ ദ അതർ തിങ്സ് ലൈക്ക് ഡെസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈവൻ ദ തിങ് ലൈക്ക് ഒരു സ്റ്റഡി നടത്തിയിട്ട് അതിന്റെ ഈ പറയുന്ന പോലെ മീൻ മീഡിയൻ മോഡ്, അതൊക്കെയാണ് ഈ ഡെസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതും ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ലൈക്ക് സാമ്പിൾ ടു പോപ്പുലേഷൻ ഇൻഫറൻസ്, അത് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ രാമൻകുട്ടി സാർ ഓൾറെഡി കഴിഞ്ഞ കുറെ ക്ലാസ്സിൽ കൂടെ പറഞ്ഞായിരുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗ് ഇതെല്ലാം ഡാറ്റാ സയൻസിന്റെ പാർട്ടാണ്. പക്ഷേ ഈ ഓവർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് AI ML ഭയങ്കര ഒരു ബസ് വേർഡ് ആയതുകൊണ്ട് എല്ലാവരും AI or ML നെയാണ് ഡാറ്റാ സയൻസ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പം പക്ഷേ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു റിമെമ്പർ ദാറ്റ് ഇറ്റ് ഈസ് AI ML or deep learning, that is these are actually subdomains within data science. There are many other things also in data science. അതുപോലെ തന്നെ ഇപ്പൊ ഇതിനെ പറ്റിയൊക്കെ നമ്മൾ കുറച്ച് സെർച്ച് ചെയ്യോ എന്തെങ്കിലുമൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ AI ML ഡീപ്പ് ലേണിംഗ് അങ്ങനെ കുറെ വേർഡുകൾ കാണാൻ പറ്റും. ഇപ്പൊ എന്തൊക്കെയാണ് ഇത് ബേസിക്കലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഹൈ ലെവൽ ടേം ആണ്. So it generally means it is a field of study that aims to make computers mimic the patterns of human behavior or intelligence. അതാണ് AI എന്ന് പറയുന്നതിന്റെ ആ ഒരു ഹൈ ലെവൽ ഡെഫിനിഷൻ. ഐ തിങ്ക് 1950-കളിലെങ്ങാണ്ടാണ് ഈ ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തതെന്ന് തോന്നുന്നു. ആ സമയത്ത് ആർദർ സാമുവൽ എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആണ് കോയിൻ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. 56-ലാണ്. സോറി 56-ലാണ്. ഓക്കെ താങ്ക് യു. സോ അപ്പൊ എന്താണ് മെഷീൻ ലേണിംഗ് എന്നായിരിക്കും അടുത്ത ഒരു ഇത്. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് സോ you can actually make the computers mimic the human behavior or intelligence through many methods, whatever is applicable. പക്ഷെ ഇതുവരെയും ഇതിൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മെഷീൻ ലേണിംഗ് ആണ് ഇതിന്റെ അകത്ത് ഏറ്റവും മോസ്റ്റ് popular or most established method to achieve AI. So basically machine learning uses mathematical algorithms or statistical algorithms to make the machines intelligent. അപ്പൊ ഈ ഇന്റലിജന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബേസിക്കലി റെഫേഴ്സ് ടു ഇംപ്രൂവ്മെന്റ് ഇൻ പെർഫോമൻസ് ഓൺ എ പർട്ടിക്കുലർ ടാസ്ക് വിത്ത് എക്സ്പീരിയൻസ്. അതാണല്ലോ നമ്മുടെ ഹ്യൂമൻ ഇന്റലിജൻസും. എക്സ്പീരിയൻസ് ആവും തോറും നമ്മൾ ആ ഒരു ടാസ്ക് ചെയ്യുന്നതിനകത്ത് നമ്മുടെ ആ ഒരു കോമ്പിറ്റൻസി കൂടിക്കൊണ്ടിരിക്കും. So basically the algorithm sees more data or more training it receives. The idea is that it becomes better at doing that task it is intended to do. So നമ്മുടെ നീ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഇപ്പം ആ സ്റ്റഡിക്കകത്ത് 1300-ഓളം MRI ഇമേജസ് ആണ് ഉപയോഗിച്ചത്. പക്ഷെ അതേസമയം as time progresses, if you feed it more and more, the idea is that it learns better and better. അതാണ് അതും ഈ മിമിക്കിംഗ് ദ ഹ്യൂമൻ ഇന്റലിജൻസ് എന്ന് പറയുന്നതിന്റെ ഒരു ഉദ്ദേശം. Now the third term here is basically deep learning. So deep learning എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് തന്നെയാണ്. It is actually a type of machine learning. The only thing is that it uses what is known as artificial neural networks to do the task of mimicking human intelligence. This field actually has grown tremendously over the last decade or so and has become somewhat very synonymous with AI. അപ്പം ചിലര് AI എന്ന് പറയുമ്പോൾ particularly ഇൻഡസ്ട്രിയിലൊക്കെ ഇപ്പൊ ഈ ലോജിസ്റ്റിക് റിഗ്രഷൻ അല്ലെങ്കിൽ റാൻഡം ഫോറസ്റ്റ് എന്നൊക്കെ AI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് അവരത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഡീപ്പ് ലേണിംഗ് അല്ലെങ്കിൽ അത് AI അല്ല എന്നുള്ള ഇതിലാണ്. അപ്പൊ ഈ ടേംസിന്റെ ഡെഫിനേഷൻ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒത്തിരി ഇന്റർചേഞ്ചബിൾ ആണ്. ബട്ട് ഐ തിങ്ക് ദിസ് ഈസ് ദ കറക്റ്റ് way to define these things.
സോ ഈ ഡീപ്പ് ലേണിങ്ങിനെ പറ്റി ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞ് പറയുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് വരാം. ഒരു സംശയം ചോദിച്ചോട്ടെ, പറഞ്ഞു. ഇതിലെവിടെയാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗ് എന്ന് പറഞ്ഞ ടേം വരുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിങ്ങും മെഷീൻ ലേണിങ്ങും ഒരു സിനോണിംസ് ആണെന്ന് വേണമെങ്കിൽ പറയാം സാർ. ഒരുപോലെയാണല്ലേ? വേണം അങ്ങനെ പറയാം. എനിക്ക് തോന്നുന്നത് ഈ എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകത്തിൽ നിന്നൊക്കെയാണെന്ന് തോന്നുന്നു ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗ് എന്നുള്ള ഒരു വേർഡ് വന്നത്. അത് മെഷീൻ ലേണിംഗ് തന്നെയാണ്. പിന്നെ ഒരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ വേറെ മോഡലിംഗ് എന്ന് പറഞ്ഞൊരു ടൈം ഉണ്ട്. അത് ബേസിക്കലി നമ്മുടെ ഈ ക്ലിനിക്കൽ ട്രയൽ അനാലിസിസ് എല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗ് ആണ്. അത് സാറ് നേരത്തെ ചെയ്തതെല്ലാം എനിക്ക് തോന്നുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗിൽ പെടുത്താൻ പറ്റും. അവിടെ ഒരു പ്രഡിക്ഷൻ അല്ല അവരുടെ ഉദ്ദേശം. അത് ബേസിക്കലി എസ്റ്റിമേഷൻ ഓഫ് ദ അസോസിയേഷൻ ഇൻ വേരിയബിൾസ് ആൻഡ് ഓൾ. അപ്പം ഈ മെഷീൻ ലേണിംഗിനകത്ത് തന്നെ ആക്ച്വലി വി ഹാവ് ലൈക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ്. അത് മെയിൻ ആയിട്ട് മൂന്ന് ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഞാൻ കൂടുതലും വർക്ക് ചെയ്യുന്നത് ഈ ഏരിയയിലാണ്, സൂപ്പർവൈസ്ഡ് ലേണിംഗിലാണ്. അൺസൂപ്പർവൈസ്ഡ് അത്ര അധികം വർക്ക് ചെയ്തിട്ടില്ല. റീഇൻഫോഴ്സ്മെന്റിൽ എന്ന് പറയുന്നത് ഇച്ചിരി കൂടെ ഒരു പുതിയൊരു ടൈമാണ്. ബേസിക്കലി സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതിന്റെ അകത്ത് ഒരു സൂപ്പർവിഷൻ ഉണ്ട്. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആ എക്സാമ്പിൾ ആദ്യം പറഞ്ഞല്ലോ, നീ MRI ഇമേജസിന്റെ, അതിന്റെ അകത്ത് ഈ ട്രെയിൻ ചെയ്യുന്ന ഡേറ്റയ്ക്ക് ഓൾറെഡി അത് എന്താണെന്ന് അറിയാം. ബേസിക്കലി ഇപ്പൊ MRI ഇമേജ് ആണെങ്കിൽ ആ MRI ഇമേജ് ഈ ലിഗമെന്റ് ടയർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഇൻഫർമേഷൻ ആ അൽഗോരിതത്തിന് അറിയാം. സോ ദാറ്റ് ബേസിക്കലി മീൻസ് ദാറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് പെയർസ് are known prior to the training or analysis. And the machine learning model in supervised learning, it basically optimizes to accurately map the inputs to outputs. So here the training is supervised because the output in training data is already known. നമ്മുടെ ഐഡിയ ഈ നോൺ ഇൻഫർമേഷൻ വെച്ച് ഈ അൽഗോരിതം ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ മെയിൻ ടാസ്ക്. അങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ we can use that model for the future predictions. So അതാണ് ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ ഒരു പ്രോസസ്. അപ്പൊ ഈ കാണുന്ന ഇതൊരു കോംപ്രിഹെൻസീവ് ലിസ്റ്റ് അല്ല, ബട്ട് ദീസ് ആർ സം ഓഫ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതം, ലൈക് ലോജിസ്റ്റിക് അല്ലെങ്കിൽ ലീനിയർ റിഗ്രഷൻ, റാൻഡം ഫോറസ്റ്റ്, ഗ്രേഡിയന്റ് ബൂസ്റ്റിംഗ് മെഷീൻ, സപ്പോർട്ട് വെക്ടർ മെഷീൻ, അങ്ങനെ ദീസ് ആർ ലൈക് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ്. അതേസമയം അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ബേസിക്കലി the type of machine learning that draws inferences from the data without labeled responses or dependent variables. So here there is no supervision because the data doesn't have a target variable or output. അപ്പോൾ ഈ സൂപ്പർവൈസ്ഡിന്റെ നേരെ ഒരു ഓപ്പോസിറ്റ് കൺസെപ്റ്റ് ആണ് അൺസൂപ്പർവൈസ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തിന് യൂസ് ചെയ്യുന്നുള്ളതായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ. സോ it is basically used to find hidden patterns or clusters that can be analyzed to see if there is a significant correlation with meaningful outcomes. So most of these unsupervised machine learning algorithms are revolving around the concept of clustering. So hierarchical clustering, k-means, db-scan, density-based clustering, principal component analysis. അപ്പോൾ ഇതൊക്കെ ഒരു അൺസൂപ്പർവൈസ്ഡ് algorithms ആയിട്ട് കൺസിഡർ ചെയ്യാം. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നതാണ് ഒരു ജനറലി ഒരു റിലേറ്റീവ്ലി ന്യൂ ടൈം. സോ ഹിയർ ദ ലേണിംഗ് ഒക്കേഴ്സ് ബൈ വേ ഓഫ് എ ഫീഡ്ബാക്ക് സിസ്റ്റം. സോ ഇത് ഒരു ടാസ്ക് ചെയ്യുന്നതിൽ റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സ് ഉണ്ടല്ലോ. ഒരു കാര്യം നല്ലപോലെ ചെയ്തു എന്ന് കരുതുവാണെങ്കിൽ നമ്മൾ റിവാർഡ് കൊടുക്കും, അല്ലെങ്കിൽ പീനലൈസ് ചെയ്യും, അപ്പൊ ഒരു പണിഷ്മെന്റ് കൊടുക്കും. അപ്പൊ ഒരു സൈക്കോളജി കൺസെപ്റ്റ് ആണ് ഈ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. സോ this is basically popularly used in AI-based computer gaming, like ഈ കമ്പ്യൂട്ടർ കൊണ്ട് ചെസ് കളിക്കുന്ന അല്ലെങ്കിൽ ആൽഫാഗോ എന്ന് പറയുന്ന ബോർഡ് ഗെയിം, റോബോട്ടിക്സ്. ദിസ് ഈസ് ആക്ച്വലി വെരി മച്ച് ഇൻഫ്ലുവൻസ്ഡ് ഫ്രം ദ ഫീൽഡ് ഓഫ് ന്യൂറോസൈക്കോളജി. ആൻഡ് വിത്തിൻ ദാറ്റ് ദിസ് ഡീപ്പ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത് ഇപ്പം ഒത്തിരിയധികം റിസർച്ച് നടക്കുന്ന ഒരു ഏരിയയാണ്. ബേസിക്കലി ഡീപ്പ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ഈസ് നത്തിങ് ബട്ട് using artificial neural networks to do the reinforcement learning. So ചെസ്സും ആൽഫാഗോയും ഒക്കെ ആ ഒരു കൺസെപ്റ്റ് വെച്ചാണ് ചെയ്തിട്ടുള്ളത്.
സോ ഡീപ്പ് ലേണിങ്ങിനെ പറ്റി കുറച്ച് അതിന്റെ ഹിസ്റ്ററിയും ഇതൊക്കെ പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് മെഷീൻ ലേണിംഗ് തന്നെ, ബട്ട് ഇറ്റ് യൂസസ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്. സോ ഇതിന്റെ കൺസെപ്റ്റ് ആക്ച്വലി ഇറ്റ് ഈസ് ആക്ച്വലി വെരി ഓൾഡ്. ഇത് പുതിയൊരു കാര്യമല്ല. ദിസ് കൺസെപ്റ്റ് ഓഫ് ദിസ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് സ്റ്റാർട്ടഡ് ടു ഇവോൾവ് ഇൻ 1940-50s. അതൊരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ് ആക്ച്വലി അതിന്റെ ഫൗണ്ടേഷൻ തുടങ്ങിയത്. ഫ്രാങ്ക് റോസൻബ്ലാറ്റ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ് ആദ്യം അതിന്റെ കൺസെപ്റ്റ് ചെയ്തത്. സോ ബട്ട് ഇറ്റ് സ്റ്റിൽ റിമൈൻഡ് ലൈക്ക് എന്നാ പറയുന്നത്, അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അധികം സാധിച്ചിട്ടില്ലായിരുന്നു. അപ്പം കാരണം കമ്പ്യൂട്ടിംഗ് പവർ ഒന്നും അത്രയ്ക്ക് അവൈലബിൾ അല്ലായിരുന്നു ആ സമയത്ത്. സോ ദ എഫിഷ്യന്റ് മാത്തമാറ്റിക്കൽ ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തഡോളജീസ് ഓർ അൽഗോരിതംസ് ടു ട്രെയിൻ ലാർജ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ഇറ്റ് കെയിം ഇൻ ടു എഫക്ട് ഫ്രം അറൌണ്ട് മിഡ് 1980s ഓൺവേർഡ്സ്. അന്ന് മുതലാണ് ഇതിനൊരു പുഷ് കിട്ടിയത്. സോ വി നീഡ് ആക്ച്വലി പ്ലെന്റി ഓഫ് ഡാറ്റ ഫോർ ഡീപ് ലേണിംഗ്. അതാണ് ഈ ഡീപ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഡാറ്റ ഹംഗ്രി ആണെന്ന് പറയും. ലോട്ട് ഓഫ് കമ്പ്യൂട്ടിംഗ് പവർ in order to extract the maximum benefit out of deep learning techniques. So over the last decade, it has gained a lot of traction, and the main reason is because availability of plenty of data. Ipo nammal digitized yugathil kude aanallo kadanu povunnu. Appo we have like plenty of data available, and also we have easy access to massive computing power like GPU, cloud computing, those kind of things. പിന്നെ ഉള്ളത്, സോ ഈ 80s ഇത് തുടങ്ങിയപ്പോൾ, ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതുപോലത്തെ ചെറിയ നെറ്റ്വർക്ക്സ് ആയിരുന്നു അതേ ഉള്ളൂ. അപ്പൊ ഇതാണ് ബേസിക്കലി യുവർ ഇൻപുട്ട് ലെയർ. ഇൻപുട്ട് ലെയർ എന്ന് പറയുന്നത് നിങ്ങളെ യുവർ ഫീച്ചേഴ്സ്, ഓൾ ദ ഡിപെൻഡന്റ്, നോട്ട് ദ ഡിപെൻഡന്റ്, ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ് ഈ ഇൻപുട്ട് ലെയറിൽ വരുന്നത്. ഔട്ട്പുട്ട് ലെയറിൽ എന്താണ് നിങ്ങൾക്ക് ആവശ്യം, വെദർ യു വാണ്ട് ടു പ്രെഡിക്റ്റ് ദാറ്റ് knee MRI is a meniscal tear or not. So those kind of outputs are given in the will be done in the output layer. Between that we have hidden layer. അപ്പം പണ്ടെന്നൊക്കെ പറയുന്ന ഒരു ഹിഡൻ ലെയർ ഒക്കെ 1-2 അങ്ങനത്തെയൊക്കെ ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കൂടുതലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് റിക്വയർസ് ലോട്ട് ഓഫ് കമ്പ്യൂട്ടിംഗ് പവർ, മെമ്മറി ആൻഡ് ഓൾസോ ദാറ്റ് വാസ് നോട്ട് റിയലി പോസിബിൾ. ഇപ്പോഴാണ് ഇങ്ങനത്തെ ഈ ലാർജ് നെറ്റ്വർക്ക്സ് ആക്ച്വലി വരുന്നത്. അപ്പൊ ഈ ഹിഡൻ ലെയേഴ്സിന്റെ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ നമുക്ക് നോക്കിയാൽ ആക്ച്വലി ദർ ആർ 3 different hidden layers. So for each of this combination we have to find what is known as a weight and all. So adellam ee data il ninnu nammal optimize cheyidu kandupidikana ee all these different lines we have to find what is the exact mapping between that. Appo adu kandupidikka ennu parayunnathu adinu it requires lot of computing power as well as data. പക്ഷെ ഇപ്പൊ അതൊക്കെ സാധ്യമാണ് പുതിയ ക്ലൗഡ് കമ്പ്യൂട്ടിംഗും GPUs ഒക്കെ പോസിബിൾ ആയിരുന്നു. ഇതിന്റെ ഒരു ടൈം ലൈൻ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 1940s ഇതിന്റെ ഒരു കൺസെപ്റ്റ് ഒരു പേപ്പറായിട്ട് പബ്ലിഷ് ചെയ്തായിരുന്നു. ദെൻ അറൌണ്ട് 1958 a simple artificial neuron was published. This was done by Frank Rosenblatt. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഇത് ആദ്യം ഇതിന്റെ കൺസെപ്റ്റ് വന്നപ്പോൾ ആക്ച്വലി പീപ്പിൾ ഗോട്ട് എ ലോട്ട് ഓഫ് ദർ വാസ് ലോട്ട് ഓഫ് എക്സൈറ്റ്മെന്റ്. അപ്പം ഒത്തിരി റിസർച്ച് ഇതിന്റെ അകത്ത് നടന്നു. പക്ഷെ സംഭവിച്ചത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിയൽ വേൾഡ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സെനാരിയോയിൽ ഇത് അപ്ലിക്കബിൾ ആയിട്ട് വീണ്ടും വന്നില്ല. അപ്പൊ ഒരു കുറച്ച് കഴിഞ്ഞപ്പം അറൌണ്ട് 1970 or so people thought that this is just theory, that it cannot be done in practice. അപ്പൊ സംഭവിച്ചത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1974 to 1980 AI വിന്റർ എന്നാണ് അതിനെ പറയുന്നത്. വിന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ all the research and funding for AI research got stopped. Nobody really cared about it. So അതാണ് ഒരു AI വിന്റർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ തന്നെ 1980s ഇതിനുള്ള ഒരു എഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അൽഗോരിതംസ് ടു ഫൈൻഡ് ദ വെയ്റ്റ്സ് ഓഫ് ലാർജ് ന്യൂറൽ നെറ്റ്വർക്ക്സ്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു 1986 നേച്ചർ ആ ഒരു ഇതൊരു ഐ തിങ്ക് ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഹൈലി സൈറ്റഡ് പേപ്പേഴ്സ് എവർ. ഇതിന്റെ ഒരു ഓതറാണ് ഈ ഹിൻഡൺ എന്ന് പറയുന്നത്, ജെഫ്രി ഹിൻഡൺ. ഹീസ് എ കനേഡിയൻ മാത്തമാറ്റീഷ്യൻ. പുള്ളിയാണ് ഈ ഫാദർ ഓഫ് മോഡേൺ AI എന്നൊക്കെ പലരും പറയുന്നത്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഹി സ്റ്റിൽ വെരി മച്ച് ഇൻവോൾവ് ഇൻ ദ AI റിസർച്ച്.
and from a healthcare point of view, he infamously told that we should stop training radiologists. So കുറച്ച് കോൺട്രവേഴ്സി ഒക്കെ കോസ് ചെയ്തായിരുന്നു. കാരണം he explicitly told that computers are going to replace radiologists back maybe some few years ago. അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു AI വിന്റർ പിന്നെയും വന്നു. അപ്പോഴും ഇതിന്റെ ഒരു സെക്കൻഡ് AI വിന്റർ എന്നാണ് അതിന് പറയുന്നത്, ഒരു 87 to 93 that പീരിയഡ്. അപ്പൊ ആ സമയത്തും കാര്യമായിട്ട് ഒരു റിസർച്ച് അല്ലെങ്കിൽ PhD തീസിസുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു ഇതായിട്ട് വന്നു. Then actually one remarkable thing happened, I think in 1996 or 7. അത് ഇവിടെ പലർക്കും അറിയായിരിക്കും, ഈ ഗാരി കാസ്പറോവിനെ കമ്പ്യൂട്ടർ ചെസ് തോൽപ്പിച്ച സംഭവം. സോ ഇറ്റ് വാസ് ലൈക്ക് മാൻ വേഴ്സസ് മെഷീൻ. അത് വലിയൊരു സംഭവമായിരുന്നു. സംഭവം ഇൻ ദ സെൻസ് ഇറ്റ് ക്രിയേറ്റഡ് an awareness among the potential of AI to do some very really complex tasks like playing chess with a human. So that actually really kickstarted again a lot of research and funding, everything. അത് കഴിഞ്ഞാണ് ഈ ഡീപ്പ് ലേണിംഗും ഇതെല്ലാം കൂടുതൽ വരുന്നത്. ഒത്തിരി ആൾക്കാർ ഇതിന്റെ PhD റിസർച്ച് ടോപ്പിക്സ് തുടങ്ങുന്നു. ഇൻഡസ്ട്രിയിൽ ഇതിന്റെ ഒത്തിരി വർക്ക് നടക്കുന്നു. So it all started from around late 90s something, even though the concept was like laid out way back in 1940s and 50s. IBM അല്ലായിരുന്നോ ചെയ്തത്? Sorry? IBM അല്ലായിരുന്നോ ഈ മാൻ വേഴ്സസ് കമ്പ്യൂട്ടർ? അതെ IBM-ന്റെ എനിക്ക് തോന്നുന്നു അവരുടെ പേര് ഡീപ്പ് ബ്ലൂ എന്നാണെന്ന് തോന്നുന്നു അതിന്റെ പേര്. ഡീപ് ബ്ലൂ വന്നു, പിന്നെ വാട്സൺ വന്നു. പിന്നെ ഡീപ് ബ്ലൂവിനെ പറ്റി കൂടുതൽ പറയുന്നത് ആക്ച്വലി അതൊരു ഡീപ്പ് ലേണിംഗ് അൽഗോരിതം അല്ലായിരുന്നു. അത് ഇറ്റ് വാസ് ആക്ച്വലി റൂൾ ബേസ്ഡ് അൽഗോരിതം. ബട്ട് എനിവേ ഇറ്റ് വാസ് ലൈക്ക് വേഴ്സസ് മെഷീൻ കൈൻഡ് ഓഫ് തിങ്. It helped kickstarting a lot of AI research. ഇതിന്റെ വേറൊരു വലിയൊരു സംഭവം ആക്ച്വലി 2016 നടന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആൽഫാഗോ എന്ന് പറഞ്ഞ ഒരു ബോർഡ് ഗെയിമാണ്. ചിലർക്ക് അറിയായിരിക്കും ഇതിനെപ്പറ്റി. ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി ദ മോസ്റ്റ് കോംപ്ലക്സ് ബോർഡ് ഗെയിം ഇൻവെന്റഡ് എവർ. അത് കൂടുതലും ഈ ചൈന, സൗത്ത് കൊറിയ, തൈവാൻ അവിടെയൊക്കെ കളിക്കുന്ന ഒരു കളിയാണ്. അപ്പൊ അതിന്റെ ഒരു വേൾഡ് ചാമ്പ്യൻ ഉണ്ട്. ഹിസ് നെയിം ഈസ് ലീ സെഡോൾ. സോ ആൽഫാഗോ വാസ് കൺസിഡർഡ് ടു ബി ഹോളി ഗ്രെയിൽ ഇൻ AI റിസർച്ച്. ഈ ആൽഫാഗോ ഒരു കമ്പ്യൂട്ടറിനെ കളിപ്പിക്കാനായിട്ട് എന്നാ പറയുന്നത്, there were lot of efforts and everything failed. So മൈൻഡ് എന്നും പറഞ്ഞൊരു UK ബേസ്ഡ് സ്റ്റാർട്ടപ്പ് കമ്പനി, അവര് കുറെ ഇതിന്റെ അകത്ത് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പം ഒരു കമ്പനിയാണ്. അപ്പൊ അവര് ഇങ്ങനെ ഒരു കളി സംഘടിപ്പിച്ചു. അതായത് ഇറ്റ്സ് ബേസിക്കലി ലീ സെഡോൾ വേഴ്സസ് ആൽഫാഗോ. ലീ സെഡോൾ ഈസ് ആക്ച്വലി കൺസിഡർഡ് ടു ബി ദ ഗ്രേറ്റസ്റ്റ് ആൽഫാഗോ പ്ലെയർ എവർ ഇൻ ദ ഹിസ്റ്ററി. ഇതിന്റെ ഒരു വളരെ നല്ലൊരു ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. നെറ്റ്ഫ്ലിക്സിലല്ല, ഈവൻ യൂട്യൂബിൽ അവൈലബിൾ ആണ് കേട്ടോ. യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഓക്കെ. സോ ബേസിക്കലി ഇത് 5 സെറ്റ് ടെന്നീസ് ഗെയിം പോലെ 5 സെറ്റ് കളിച്ചു. അതിന്റെ അകത്ത് എനിക്ക് തോന്നുന്നു 4-1 AI ബീറ്റ് ലീ സെഡോൾ. അത് ഇറ്റ് വാസ് റിയലി എ വെരി ബിഗ് ഈവന്റ് ഇൻ ദ AI ഫീൽഡ് ആക്ച്വലി. സോ കാരണം അത്രയ്ക്കും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്പർ ഓഫ് പോസിബിൾ കോമ്പിനേഷൻസ് ദാറ്റ് യു ക്യാൻ പ്ലേ ഇൻ ആൻ ആൽഫാഗോ ദാറ്റ് ഈസ് ജനറലി കൺസിഡർഡ് ടു ബി മോർ ദാൻ ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ യൂണിവേഴ്സ്. So it is that kind of a complex structure. So ഇത് 2016 നടന്ന അതൊരു വലിയൊരു ഇവന്റ് ആണ് AI ഫീൽഡിൽ. And I think earlier this year Lee Sedol ഇതിന്റെ അകത്ത് റിട്ടയർ ചെയ്തു. He said that he just cannot improve any further. So he basically retired from the Go board game. സോ അതാണ് ഒരു ഡീപ് ലേണിംഗിന്റെ ടൈം ലൈൻ എന്ന് പറയുന്നത്. നൗ ഐ ആം ആക്ച്വലി ഗോയിങ് ടു എ വർക്ക്ഫ്ലോ, workflow of a typical supervised machine learning workflow.
സോ ഇത് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് ആണ്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അൺസൂപ്പർവൈസ്ഡ് അൺസൂപ്പർവൈസ്ഡ് റീഇൻഫോഴ്സ്മെന്റ്. സോ the process really starts with the having access to a labeled data. So data it will go through various process like data cleaning, processing, feature building, pala steppukalilode idu kadanu povum. Once that step is done, what I generally call is we will have something known as a machine learning or AI ready data. So AI or ML ready data, we don't have to do any kind of cleaning or something in that data. We just assume that it is like very ready made for training algorithms. So isn't it contrary to popular belief, this step one is actually what is taking the largest time. പെട്ടെന്നൊരു തോന്നുമ്പം ഈ ട്രെയിൻ ചെയ്യുന്നതും ഡിഫറെന്റ് അൽഗോരിതം പാരാമീറ്റർ ട്യൂണിങ്ങും അതൊക്കെ ആയിരിക്കും ഏറ്റവും ടൈം എടുക്കുന്ന പ്രോസസ് എന്നായിരിക്കും തോന്നുന്നത്. പക്ഷെ ഇൻ ജനറൽ പ്രാക്ടീസ് ഇറ്റ് ഈസ് നെവർ ലൈക്ക് ദാറ്റ്. ഒരു 70 അല്ലെങ്കിൽ 80% ഓഫ് ദ ടൈമും നിങ്ങൾ ഈ ഒരൊറ്റ സ്റ്റെപ്പിലായിരിക്കും ഇത് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരുന്നത്. സോ ഇറ്റ് ഇൻവോൾവ്സ് ലൈക്ക് ക്യൂറേഷൻ, ട്രാൻസ്ഫോർമേഷൻ, മിസ്സിംഗ് വാല്യൂ ഇംപ്യൂട്ടേഷൻ, ഓൾ ദോസ് തിങ്സ്. സോ ഈ step 3 is where all the fancy statistics stuff is happening, but step 1 is no less important than step 3, even though that might not feel that fancy, but it is the most important or step in any typical supervised machine learning workflow. So അത് കഴിഞ്ഞ് ML ready data നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we will basically divide it into two types of data. One is known as training data and the second one is known as testing data. Usually ഒരു റേഷ്യോ ആയിരിക്കും, 80:20 അല്ലെങ്കിൽ 70:30, 90:10, that depends, but training set will always be larger than the testing set. Now the important point here is that the ML or AI algorithm is then trained only on the training data. So what that basically means is the testing data is actually made hidden to the algorithm. ഈ പാർട്ട് നമ്മൾ അൽഗോരിതത്തിനെ കാണിക്കത്ത പോലുമില്ല. It just doesn't see it. Why we do is that because we are basically telling this AI algorithm, okay, I am giving you some data, you learn from it, and I will basically evaluate you based on your performance on testing data. ഈ ടെസ്റ്റിംഗ് ഡാറ്റയിലാണ് ഇതിന്റെ പെർഫോമൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഈ ടെസ്റ്റിംഗ് ഡാറ്റയും ഇതെല്ലാം ഈ ML ready ഡാറ്റയിൽ നിന്ന് വന്നതാണ്. അപ്പം ഫോർ ദ ടെസ്റ്റിംഗ് ഡാറ്റ വി ഓൾറെഡി നോ വാട്ട് എക്സാക്ട്ലി ഈസ് ദ ടാർഗറ്റ് ദർ. ഇപ്പം MRIയുടെ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ വി നോ ദാറ്റ് വെദർ ഈച്ച് ഇമേജ് ഈസ് ഹാവിംഗ് എ ടയർ ഓർ ലിഗമെന്റ് ടയർ ഓർ നോട്ട്, ബട്ട് വി വോണ്ട് ഷോ ദാറ്റ് information to the trained ML AI model. We just feed only the features. So features, image in the karyam parayanengil adu pixel values aanennu kutikkum. So we just feed the pixel values, and since it already got trained on the training data, the output of this trained ML or AI model would be your prediction in the sense, for example edukanengil whether it had a ligament tear or not. Upon we know what are the predictions and we know what is the actual. So it becomes very easy to compare between these two, right? So there are like different number of ways to compare how well the algorithm is performing. Classification problems are popular example is accuracy. In other things like a proportion of correctly predicted patient outcomes, sensitivity, specificity, positive predictive value, AUC, area under the curve. They're different measures we can use to evaluate the performance of your algorithm. So the idea is once the validation is done, this step 4 is done, this model can be implemented to predict the targeted clinical outcomes in new patients. That's a typical supervised machine learning workflow. ഈ സ്ലൈഡ് ഞാൻ കുറച്ച് ഇതിന്റെ ഒരു മാത്ത് സൈഡിലോട്ട് പോവാണ്, ജസ്റ്റ് വൺ സ്ലൈഡ്. സോ ഇൻ എനി സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് മെത്തേഡ്സ് ദ ഗോൾ ഈസ് ആക്ച്വലി ടു ഫൈൻഡ് ആൻ ഒപ്റ്റിമൈസ്ഡ് മാപ്പിംഗ് ഫംഗ്ഷൻ ദാറ്റ് മാപ്സ് ഫ്രം ഇൻപുട്സ് ടു ഔട്ട്പുട്സ്. സോ ഔട്ട്പുട്ട് ആണ് നമ്മുടെ y വേരിയബിൾ, ഇൻപുട്ട്
ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ഒരു എക്സ് മാട്രിക്സ് ആയിട്ട് കണക്കാക്കാം. അത് ഇറ്റ് ക്യാൻ ബി ലൈക്ക് മൾട്ടിപ്പിൾ വേരിയബിൾസ് ലൈക്ക് x1, x2, x3 ലൈക്ക് ദാറ്റ്. സോ y ഈക്വൽ ടു f of x എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനകത്ത് ഈ മാപ്പിംഗ് ഫംഗ്ഷൻ വിച്ച് മേക്സ് ദ ബെസ്റ്റ് മാപ്പിംഗ് ഫ്രം ഇൻപുട്സ് ടു ഔട്ട്പുട്സ്. അതാണ് ബേസിക്കലി ഒരു ഹൈ ലെവൽ concept behind training of a machine learning algorithm. So the mapping function can be something which is like very straightforward. ഇത് സാറ് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ അതായത് തന്നെ like linear sum of all predictor variables such as in a linear regression. Here it is just a linear sum of all the different variables x1 to xn which maps to y. So imagine this y variable we already know because it is supervised machine learning. We know whether what can I say, whether there is a ligament tear or not in the knee. x1, x2, x3 എന്ന് പറയുന്നത് ഇമേജിന്റെ ഡിഫറെന്റ് ഫീച്ചേഴ്സ് ആണ്, അതിന്റെ പിക്സൽ വാല്യൂസ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം based on this one, the only thing which you need to find is this beta values. So the idea is that the algorithm finds the best combination of beta with the minimum error. So we already know the values of y and x, so it is possible to compute error and then try to find the combination of beta that reduces the error as training process continues. അപ്പൊ ഇത് എങ്ങനെ ഈ ബേറ്റ കണ്ടുപിടിക്കും എന്നുള്ളതാണ് അടുത്ത ഒരു ഇത്. അപ്പം ഈ ബ്രൂട്ട് ഫോഴ്സ് ട്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് റാൻഡംലി ഇട്ട് നോക്കുക. ഇപ്പം ബേറ്റയ്ക്ക് 1 അല്ലെങ്കിൽ 2, 3, 4 ലൈക്ക് ദാറ്റ് ഇട്ട് നോക്കിയിട്ട് വി കമ്പ്യൂട്ട് എറർ കൂടുതലാണെങ്കിൽ നമ്മൾ വേറൊരു റാൻഡം സെറ്റ് ഓഫ് നമ്പേഴ്സ് കൊടുക്കുന്നു. അങ്ങനെ അത് തിയററ്റിക്കലി പോസിബിൾ ആണ്. അതിനാണ് ഈ ബ്രൂട്ട് ഫോഴ്സ് ട്രൈ എന്ന് പറയുന്നത്. പക്ഷെ ഇറ്റ് ഈസ് നെവർ ഗോയിങ് ടു ബി പ്രാക്ടിക്കലി. ഇറ്റ് വിൽ ടേക്ക് ഹെൽ ലോട്ട് ഓഫ് ടൈം, മേ ബി ഇയേഴ്സ്. So there are some smart ways of finding the right combination of betas with minimal effort computer. So അതിന്റെ ഈ സ്മാർട്ട് ട്രൈ എന്ന് പറയുന്നതിന്റെ ഒരു പോപ്പുലർ എക്സാമ്പിൾ ആണ് ഈ ഗ്രേഡിയന്റ് ഡിസെന്റ് എന്ന് പറയുന്നത്. അത് അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല, ജസ്റ്റ് ആ പേര് ഓർത്തിരുന്നാൽ മതി. It intelligently finds with each step it intelligently reduces that error. So ഇതിന്റെ അകത്ത് ഒരു ചെറിയൊരു എക്സാമ്പിളിൽ കൂടെ പോവുകയാണെങ്കിൽ ഈ ഡേറ്റ ഞാൻ ഡൗൺലോഡ് ചെയ്തതാണ്. ബേസിക്കലി ഇറ്റ് ഇസ് an osteoporotic patient's data. So we have around 10,000 patient data. ഇതിന്റെ അകത്ത് 608 എണ്ണം ഓസ്റ്റിയോപൊറോട്ടിക് കേസസ് ആണ്. അതായത് ഈ ബോണിന്റെ വീക്ക്നെസ് കൂടുതലും ഫീമെയിൽസിൽ മെനോപോസ് കഴിഞ്ഞ് കാണുന്ന ഒരു അസുഖമാണ്. അപ്പം ഈ 10,000-നകത്തുണ്ടെങ്കിൽ 600 ഓസ്റ്റിയോപൊറോട്ടിക് കേസസ് ആണ്, ബാക്കിയെല്ലാം നോർമൽ കേസസ് ആണ്. സോ ദിസ് ഈസ് ബേസിക്കലി ദ ഡേറ്റ, റൈറ്റ്? സോ വി ഹാവ് ദ ഏജ് ഓഫ് ദ പേഷ്യന്റ്, vitamin D level in the blood, calcium level and the gender of the patient. So ഈ എക്സാമ്പിളിനകത്ത് വിമൻ മാത്രമേ കാണുന്നുള്ളൂ, പക്ഷെ ഇതിൻ്റെ അകത്ത് men also are there. The data, it's just only few observations. So this is basically step 1, we imagine that this is like the ML ready data set. Then we divide it into a 7:3 ratio. So 10,000 എണ്ണം ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് ഒരു റാൻഡംലി എടുക്കുകയാണെങ്കിൽ ഒരു 7,000 observations will become the training set. Rest 3,000 will become the testing set. Now the next step is we train a supervised ML algorithm. In the example, the most basic of all supervised algorithms, logistic regression. So only the training set is fed to the logistic regression. The concept is that we will get the right set of betas with the minimum error once the training is completed, right? So ഇതിന്റെ അകത്ത് ആദ്യത്തെ ഒരു എക്സാമ്പിളിൽ I just trained it on gender, calcium and vitamin D. So remember we had gender, calcium and 3 variables, but we had one more information, age. ഇതിന്റെ അകത്ത് ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തില്ല. I'm just trying to see how it performs on the testing set. ഈ ഒരു ടേബിളിനാണ് നമ്മൾ ഈ കൺഫ്യൂഷൻ മാട്രിക്സ് എന്ന് പറയുന്നത്. അതായത് these are actually the actual osteoporotic cases. So we had 1,076. This is basically the predicted cases, and the one on this each column is the actual osteoporotic cases. So ഇവിടെ ഈ diagonal, this 131 and 1892, these are actually our correct predictions. So these are true positives and true negatives.
So either algorithm predicted it as false. Algorithm actually predicted it as having osteoporosis, but actually they negative for osteoporosis. So other false positives ആണ്, അതുപോലെ ഇത് false negatives ആണ്. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് ഈ ടേബിളിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇതിന്റെ സെൻസിറ്റിവിറ്റി, സ്പെസിഫിസിറ്റി, accuracy was 67%, not that good. So this is just using gender, calcium and vitamin D, right? Now നമ്മൾ ഏജ് ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തില്ല. അപ്പം നമുക്ക് നോക്കുമ്പം ഈ ഏജ് ഇൻ ഇയേഴ്സ് വേഴ്സസ് ഓസ്റ്റിയോപൊറോസിസ്, ദിസ് ഈസ് എ ബോക്സ് പ്ലോട്ട്. സോ ഇതാണ് ഓസ്റ്റിയോപൊറോട്ടിക്, ഈ ബ്ലൂ ആണ് നോർമൽ കേസസ്, ഇത് ഓസ്റ്റിയോപൊറോട്ടിക് കേസസിന്റെ ഇതാണ്. അപ്പം ക്ലിയർലി ദ ഏജ് ഈസ് ഓൺ ദ വൈ ആക്സിസ്. സോ ഓൾഡർ പീപ്പിൾ ആർ മോർ പ്രോൺ ടു ഹാവ് ഓസ്റ്റിയോപൊറോസിസ്, ആൻഡ് ദാറ്റ് മേക്സ് സെൻസ്. സോ ഇതിന്റെ അകത്ത് ഈ എക്സ്പ്ലോറേറ്ററി അനാലിസിസിൽ തന്നെ നമുക്ക് കിട്ടി ഏജ് ഒരു സിഗ്നിഫിക്കന്റ് ഫാക്ടർ ആണ്. അപ്പം വി ജസ്റ്റ് added the variable age to the logistic regression model, and then did the same thing again. The stable produces sensitivity and specificity എന്താണെന്ന് ക്വിക്ക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യോ? Yeah. So sensitivity means out of the total positives or the total cases, how many percentage were detected as a positive by the algorithm. So that basically means that here നമുക്ക് എത്രയാണ് ഉണ്ടായിരുന്നു, 182 ടോട്ടൽ കേസസ് ഇല്ലായിരുന്നോ? 182 പേരാണ് ദ ടോട്ടൽ പോസിറ്റീവ് കേസസ്. പക്ഷെ ഇതിന്റെ അകത്ത് 131 പേരെ അൽഗോരിതം പ്രഡിക്ട് ചെയ്തുള്ളൂ. ബാക്കി 51 പേര് ദ അൽഗോരിതം ബേസിക്കലി പ്രഡിക്റ്റഡ് ഇറ്റ് ആസ് നെഗറ്റീവ്. സോ 131 by 182, that comes to around 72%. So that's sensitivity. സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് കേസസിന്റെ കാര്യത്തിലാണ്. അതായത് ഔട്ട് ഓഫ് ദ ആക്ച്വൽ നെഗറ്റീവ്സ്, ഹൗ മെനി ഓഫ് ദം വെയർ പ്രെഡിക്റ്റഡ് ആസ് നെഗറ്റീവ്. സോ ഇറ്റ്സ് ബേസിക്കലി ട്രൂ നെഗറ്റീവ്സ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നെഗറ്റീവ്സ്, ടോട്ടൽ ആക്ച്വൽ നെഗറ്റീവ്സ്. അതൊരു 66.7% വരുന്നു. അത് ക്ലിയർ ആയോ? സോ ഇപ്പം ഇതിന്റെ ഈ ഒത്തിരി റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ നോക്കുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഗ്രാഫാണ് ഇത്. ദിസ് ഈസ് ലൈക്ക് ഓൾമോസ്റ്റ് യൂണിവേഴ്സലി ദയർ ഇൻ ഓൾ ദ മെഷീൻ ലേണിംഗ് പേപ്പേഴ്സ്. ഇതിന് ROC കർവ് എന്നാണ് പറയുന്നത്, റിസീവർ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്. ദിസ് ബേസിക്കലി പ്ലോട്ട്സ് സെൻസിറ്റിവിറ്റി അഗേൻസ്റ്റ് ദ ഇൻവേഴ്സ് ഓഫ് സ്പെസിഫിസിറ്റി. അതിന്റെ ഒത്തിരി ഡീറ്റെയിൽസിലോട്ട് ഞാൻ പോകുന്നില്ല. ബേസിക്കലി വാട്ട് ഇറ്റ് മീൻസ് ഇസ് ദാറ്റ് ഈ ഗ്രാഫ്, ഈ കർവ് ഉണ്ട്, ഈ കർവ് ഇഫ് ഇറ്റ് ഈസ് goes more towards the top and the left side, that means that your algorithm is doing good. അതേസമയം ഇവിടെയാണെങ്കിൽ if it is more close towards this diagonal line, it is not a very good performing algorithm. അപ്പൊ ഇത് ബേസിക്കലി റെഡ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ മോഡലാണ്, ഈ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് ദിസ് സെക്കൻഡ് മോഡലാണ്. അപ്പം ഡെഫിനറ്റ്ലി വി ഓൾറെഡി നോ ദാറ്റ് ദ സെക്കൻഡ് മോഡൽ ഈസ് പെർഫോമിംഗ് ബെറ്റർ. അപ്പൊ അതാണ് ഈ കർവ്, ഇറ്റ് ഈസ് much towards the top left hand corner. ഈ ഡയഗണൽ ലൈനിന് താഴെ വരുന്ന കേസ് അത് ആക്ച്വലി എന്നാ പറയുന്നത്, റാൻഡം ഗെസിനേക്കാളും മോശമാണെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് അൽഗോരിതം ഒന്നും വേണ്ട, ജസ്റ്റ് പ്രെഡിക്റ്റ് ഇറ്റ് ലൈക്ക് യെസ് ഓർ നോ. ദാറ്റ് ഇഫ് ദാറ്റ് ഇസ് ദ കേസ്, ദി ഡയഗണൽ ലൈൻ എന്ന് പറയുന്നത് അതാണ്. സോ ദ ഗോൾ ഷുഡ് ബി ഓൾവേസ് ടു മൂവ് ദിസ് ROC curve line towards the top left hand. So the accuracy of osteoporosis predictions improved significantly after adding the age variable. അപ്പൊ അതാണ് ഈ എക്സ്പ്ലോറേറ്ററി അനാലിസിസ്, അല്ലെങ്കിൽ ഈ ഏജ് ഇതിന്റെ അകത്ത് ആഡ് ചെയ്യണം എന്ന് നമുക്കൊരു ഐഡിയ കിട്ടണമെങ്കിൽ വി റിക്വയർ സം കൈൻഡ് ഓഫ് സബ്ജക്ട് മാറ്റർ നോളജ് ഓൾസോ. അപ്പം സോ ദാറ്റ്സ് വൈ ഡാറ്റ സയൻസ് ഈസ് കൺസിഡർഡ് ടു ബി ലൈക്ക് ഹൈലി മൾട്ടി ഡിസിപ്ലിനറി ഫീൽഡ്. അതൊരു ജസ്റ്റ് ഒരു പ്രാക്ടിക്കൽ വെരി സ്മോൾ ആൻഡ് ബേസിക് എക്സാമ്പിൾ ആയിരുന്നു. Now some of the areas of application of AI in healthcare. So early detection of disease, screening for the disease, clinical decision support systems, virtual digital nursing assistance. ഇത് ഓൾറെഡി പല സ്ഥലങ്ങളിലും ഇപ്പോൾ അവൈലബിൾ ആണ്. UK-ലൊക്കെ ഒരു forgot the name, there is an AI based nursing assistant, whether so that app you can download and it will ask you some questions, and the output will be basically whether you require to see a physician or not.
അപ്പൊ അങ്ങനത്തെ നേഴ്സിംഗ് അസിസ്റ്റൻസ് ഒരു ആപ്ലിക്കേഷൻ ഏരിയയാണ്, വെർച്വൽ നേഴ്സിംഗ് അസിസ്റ്റൻസ്. ദെൻ ഓട്ടോമേഷൻ ഇൻ ഹെൽത്ത് കെയർ ഡേറ്റ മാനേജ്മെന്റ്. ഇതൊരു ഹൈ ലെവൽ ടൈമാണ്. ബേസിക്കലി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഈ ICD കോഡ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റാൻഡേർഡ് മെഡിക്കൽ വൊക്കാബുലറീസ് ഉണ്ട്. അപ്പം ഈ ഫിസീഷ്യൻസ് എഴുതുന്ന ആ ഡയഗ്നോസിൽ നിന്ന് ഹൗ ടു ആക്ച്വലി മാപ്പ് ഇറ്റ് ഓട്ടോമാറ്റിക്കലി ടു സം സ്റ്റാൻഡേർഡ് ടേംസ് യൂസ്. സോ യൂഷ്വലി ഇപ്പൊ ഈ ഫാർമയിലൊക്കെ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് മെഡിക്കൽ കോഡേഴ്സ് ഉണ്ട്, അവർ മാനുവലി ഓരോ വാക്കും എടുത്ത് അത് കൺവേർട്ട് ചെയ്യുകയാണ്. പക്ഷെ അത് ഓട്ടോമേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതിനൊരു ആപ്ലിക്കേഷൻ ഇപ്പം പലയിടത്തും ഉണ്ട്. ഇപ്പം that's actually gaining a lot of traction in that. Robotic surgery is another thing. It's happening, but it's still at very nascent stages. Clinical trial enrollment in the sense like usually clinical trial എന്ന് പറയുമ്പോൾ randomized control trial, you have like cases and controls. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് നമ്മൾ ഡ്രഗ് കൊടുക്കുകയില്ല, പക്ഷെ മറ്റേ ഗ്രൂപ്പിന് ഡ്രഗ് കൊടുക്കും. സോ അതിന്റെ അത് ചെറിയൊരു എത്തിക്കൽ പ്രശ്നംസ് ഒക്കെ ഉണ്ടല്ലോ. അതായത് from our earlier studies, let's say this drug is actually working, and in dire scenarios it might not be ethical to randomize a highly needy patient into controls to give them placebo. അപ്പൊ അതിന്റെ അകത്ത് ഈ സിന്തറ്റിക് കൺട്രോൾസ് ആംസ് ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതായത് ഫോർ ദ ക്ലിനിക്കൽ ട്രയൽസ് ആക്ച്വൽ പേഷ്യൻസിന് you give the drug, but to compare you can basically generate some synthetic control arms. So that is also one area of application. Another area in healthcare is this drug discovery and development. Initial stages, so usually it takes like 5 to 10 years generally for a drug to be discovered. So it is said that AI can actually help speed up that process very much. In fact, the first drug discovered by AI is actually in early phase clinical trials now. So that one just took around 12 months instead of the usual 5 to 10 years of trajectory. Another thing is precision medicine, or like individualized treatment. So that's this is becoming a very much a buzzword in the industry these days. And ഈ ഹെൽത്ത് കെയർ ഇത്രയ്ക്കും ഒത്തിരി ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് ഇവിടെ ചിലർക്ക് അറിയായിരിക്കും NEUR IPS. This is like considered to be one of the largest AI conference in the world, and they actually have started a separate track called ML4H every year, that is known as specifically for machine learning for health related research papers. And if you even look at the number of journal articles on AI in healthcare, ഒരു exponential റൈസ് ആണ്. ഇപ്പം നമ്മുടെ കോവിഡ് കേസിന്റെ പോലത്തെ ഒരു ഗ്രാഫാണ്. അപ്പൊ അതൊരു 2013, 15, 17 it has like exploded like anything. So there is just proof that there is a lot of things happening within the AI in healthcare space. Dennis, early detection and screening in the examples. So yeah, അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ സ്ലൈഡ് ആക്ച്വലി. Okay. ഇത് ബേസിക്കലി ഇറ്റ്സ് ഫോർ AI ഫോർ പ്രൈമറി പ്രിവെൻഷൻ. ഈ ഒരു ഏരിയയിലാണ് ഞാനും വർക്ക് ചെയ്യുന്നത് കൂടുതലും, ലൈക്ക് റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ ഓഫ് പേഷ്യൻസ്. സോ ദ ഐഡിയ ഇസ് ദാറ്റ് ദ AI or ML they have like tremendous scope in redefining the way which we estimate the risk scores. So risk score എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഹാർട്ട് ഡിസീസ് വരാനുള്ള അടുത്ത 5 വർഷത്തിൽ ഹാർട്ട് ഡിസീസ് നിങ്ങൾക്ക് വരാനായിട്ട് എത്ര ശതമാനം റിസ്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത് അതിന് ചില വെരി ബേസിക് കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്, ഫ്രാമിംഗ്ഹാം റിസ്ക് കാൽക്കുലേറ്റർ എന്നൊക്കെ പറഞ്ഞു. സോ ദീസ് കാൽക്കുലേറ്റേഴ്സ് ആർ ആക്ച്വലി based on very simple formulas, like simple linear combination of various risk factors. But here the AI or ML, they can actually incorporate numerous other factors and can find complex non-linear relationship to estimate the risk for a specific disease. So one example is basically to estimate the cardiovascular disease risk score. So this is an alternative to some of the existing risk score. The ACCAH എന്നൊക്കെ പറഞ്ഞ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ ഒരു കാൽക്കുലേറ്റർ ഉണ്ട്, ഫ്രാമിംഗ്ഹാം ഡിസീസ് കാൽക്കുലേറ്റർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇതൊക്കെ ഇറ്റ്സ് ബേസ്ഡ് ഓൺ എക്സിസ്റ്റിംഗ് നോളജ് ആൻഡ് ഓൺലി വെരി ഫ്യൂ വേരിയബിൾസ്. നിങ്ങൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നിങ്ങളുടെ BMI ഓവർ ആണോ അല്ലയോ, അങ്ങനത്തെ
5 6 അല്ലെങ്കിൽ മേ ബി 10, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വാസ് മോർ ദാൻ ദാറ്റ്. അങ്ങനത്തെ കാൽക്കുലേറ്റർ ഉപയോഗിച്ചാണ് നമ്മളൊരു റിസ്ക് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അതായത് അടുത്ത 10 വർഷത്തിൽ നിങ്ങൾക്ക് ഒരു കാർഡിയോവാസ്കുലർ ഡിസീസ് വരുമോ ഇല്ലയോ എന്നുള്ളതിന്റെ റിസ്ക് കാൽക്കുലേറ്റ്. So this research actually, this is basically the performance of machine learning algorithms predicting a 10-year cardiovascular disease derived from applying training algorithms on the validation cohort of around 83,000 patients. The electronic health record which നടത്തിയ ഒരു retrospective study ആണ്. So you can see that ഈ AUC എന്ന് പറയുന്നത് അതൊരു മെട്രിക് ആണ്. ഈ വാല്യൂ കൂടുതലാണെങ്കിൽ അതായത് യുവർ പെർഫോമൻസ് ഈസ് ബെറ്റർ. സോ ദിസ് ഈസ് ബേസിക്കലി യുവർ ബേസിക് അൽഗോരിതംസ് ACCIH, ദാറ്റ് ഈസ് 0.728. ആൻഡ് ദ അതർ തിങ്സ് ആർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ്, ML. സോ വി ഹാവ് റാൻഡം ഫോറസ്റ്റ്, ലോജിസ്റ്റിക് റിഗ്രഷൻ, ഗ്രേഡിയന്റ് ബൂസ്റ്റിംഗ് മെഷീൻ, ന്യൂറൽ നെറ്റ്വർക്സ്. So different machine learning algorithms they applied, and they found that in all the cases the AUC improved over the existing risk score calculators. So this was actually, they were able to predict 355 more patients who developed cardiovascular disease as compared to the established algorithm. So ഇതൊരു ഒരു early detection അല്ലെങ്കിൽ ഒരു സ്ക്രീനിങ് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. പ്രോസ്റ്റേറ്റിക് ക്യാൻസറിന്റെ ഇതുപോലെ ഉണ്ടാവുന്നു ഗ്രേഡിംഗ്? പ്രോസ്റ്റേറ്റിക് ക്യാൻസറിന്റെ ഉണ്ട്. പ്രോസ്റ്റേറ്റിക് ക്യാൻസറിന്റെ ഡയഗ്നോസിസ് ആണോ അതോ ഗ്രേഡിംഗ്? Yeah, I think it exists. I have seen a paper where they have done this grading of prostatic cancer against the existing guidelines. Yeah. ബ്രസ്റ്റ് ക്യാൻസറിന് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ബ്രസ്റ്റ് ക്യാൻസറിന്റെ എല്ലാം ഒത്തിരി വരുന്ന ഒരു ഏരിയാസ് ആണ്. ബ്രസ്റ്റ് ക്യാൻസർ, ഡയബറ്റിക് റെറ്റിനോപ്പതി. പ്രോസ്റ്റേറ്റിന് സ്കോറിംഗ് ആവശ്യമുണ്ട്, അതുകൊണ്ട്. അതെ. ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ, this is another example. Actually, ഇത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ this example is actually done by a company called Cure.ai. Ivar actually they are actually a very prominent name in the whole medical imaging artificial intelligence side. Not just in India but across the globe. Avരുടെ solutions actually US many hospitals actually ഉപയോഗിക്കുന്നുണ്ട്, not for tuberculosis but for some other things. So this one is just an example about a screening tool for tuberculosis. So they trained on around 1 million chest X-ray images. The validation results show that there is no statistically significant difference between AI and the standard of reference in detecting TB. So standard of reference means expert radiologist. So in the result, it is generated like within very few seconds. The implementation of AI-based solution does not require like a lot of resources. Implementation means once you validate the algorithm, ഇത് എങ്ങനെ നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ഡിപ്ലോയ് ചെയ്യും അല്ലെങ്കിൽ ഒരു ആപ്പ് വഴി ഡിപ്ലോയ് ചെയ്യോ, അത് ദാറ്റ്സ് നോട്ട് എ വെരി കോംപ്ലിക്കേറ്റഡ് ടാസ്ക്. ട്രെയിനിങ് ആണ് ആക്ച്വലി കോംപ്ലിക്കേറ്റഡ് ടാസ്ക്. ഇറ്റ് മൈറ്റ് റിക്വയർ ലോട്ട് ഓഫ് computing power. So there are also research studies that shows promise in detecting TB from sputum sphere images. Now കഴിഞ്ഞ മാസമാണെങ്കിൽ ഈ സെയിം കമ്പനി they actually received FDA clearance for their AI based triaging. അതായത് പേഷ്യൻസിനെ പ്രയോറിറ്റൈസ് ചെയ്യുക, ട്രയാജ്. അതായത് ഇപ്പൊ തന്നെ whether they require immediate intervention from a healthcare professional or urgent or they can wait. So that kind of decision for CT brain scans. So this FDA clearance ഇത് ഈ കഴിഞ്ഞ മാസമാണ് clearance അവർ കിട്ടിയത്. So basically they are the first Indian company to get such a clearance for an AI solution. Another example of screening is diabetic retinopathy. ഇതിന്റെ അകത്ത് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു മേജർ കമ്പനിയാണ് ഗൂഗിൾ. They are very much into this diabetic retinopathy. So ഇത്
ഇത് basically they did their validation, not the training but the validation. So basically they developed an algorithm and then they came to India. I think they collaborated with some prominent ophthalmology hospitals. LV Prasad ഒക്കെ ആണെന്ന് തോന്നുന്നു. Then published a paper on that performance. So this study actually showed this diabetic retinopathy. MIT ആണോ? Yes. ആര് വന്നു? Google. ഓക്കെ. അല്ല, LV പ്രസാദില് എന്റെ ഒരു ഫ്രണ്ടാണ് അവിടെ ലീഡ് ചെയ്യുന്നത്. പുള്ളി MIT-യുടെ ഒരു ഗ്രാൻഡ് വാങ്ങിയിരുന്നായിട്ട് ഓർക്കുന്നുണ്ട്. ആക്ച്വലി അത് LV പ്രസാദ് അല്ല, ആക്ച്വലി അരവിന്ദ് ആൻഡ് ശങ്കര നേത്രല്ലേ? അരവിന്ദ് ആയിരിക്കും. കാരണം LV പ്രസാദില് പിന്നെ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് പുള്ളി, ആന്റണി വിപിൻ ദാസ്. പുള്ളിയാണ് അത് ഇത് സെയിം വർക്ക് അവിടെ ചെയ്തത്. ഓക്കെ. ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി ആക്ച്വലി ഒത്തിരി ഇത് നടക്കുന്ന ഒരു ഏരിയ ആണ്. അത് എല്ലാം ഇമേജ് ബേസ്ഡ് ഫീൽഡ് ആണല്ലോ. അതെ. ആഫ്രിക്കയിലൊക്കെ ഒത്തിരി വർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഈവൻ മൊബൈൽ ആപ്പ് ഒക്കെ വെച്ചിട്ട് റെറ്റിനൽ സ്കാൻ നടത്തിയിട്ട് സ്റ്റഡി കൊണ്ടിട്ടുണ്ട്. റെറ്റിനോപ്പതിയില് നമ്മളെ ഗവൺമെന്റിന്റെ ഒരു ഹെൽത്ത് ടെക്നോളജി അസസ്മെന്റ് ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. അവര് ഒരു സ്റ്റഡി നടത്തിയായിരുന്നു, ഇത് എഫക്റ്റീവ് ആണോ എന്നുള്ളത്. അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ, പക്ഷെ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത് കേരളത്തിലാണോ സാർ നടന്നത്? ഇല്ല, കേരളത്തിലല്ല. അത് ഈ പറഞ്ഞ മാതിരി LV പ്രസാദും വേറെ 1-2 ഇൻസ്റ്റിറ്റ്യൂട്ടും ആണ്. പക്ഷെ ഞാൻ കേട്ടായിരുന്നു, അത് അവര് ഇത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ അത് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട്. ഓക്കെ. വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ AI ബീങ് ഡിപ്ലോയ്ഡ് ഇൻ സം വെയറബിൾ ഡിവൈസസ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ലേറ്റസ്റ്റ് ആപ്പിൾ വാച്ചിനകത്ത് there is a deep learning algorithm that detects whether you have a disease called atrial fibrillation or not. അപ്പൊ ഇത് വലിയൊരു ഈവന്റ് ആയിരുന്നു. 2018 അത് റിലീസ് ചെയ്തത്. ഒത്തിരി പേര് ആക്ച്വലി ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട്. So they have actually published the results of their algorithm. So I think in the interest of time I will just go to the main table. So അവരുടെ algorithm അവർ റിപ്പോർട്ട് ചെയ്യുന്നത് it's about they have around 98% sensitivity. That seems like very good, and 90% specificity in detecting that atrial fibrillation. അതൊരു ഹാർട്ട് റിലേറ്റഡ് കണ്ടീഷൻ ആണ്. പക്ഷെ ഇതിന്റെ അകത്ത് ചില നിറ്റിഗ്രിറ്റീസ് നമ്മൾ നോക്കുവാണെങ്കിൽ, ഇപ്പൊ ഇമാജിൻ എ പോപ്പുലേഷൻ ഓഫ് 10,000 പീപ്പിൾ, റൈറ്റ്? സോ എട്രിയൽ ഫിബ്രിലേഷന്റെ പ്രിവലൻസ്, അതായത് ഈ ഒരു റാൻഡം പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ അകത്ത് എത്ര പേർക്ക് ഈ ഡിസീസ് കാണും, ആക്ച്വലി ഈ ഡിസീസ് കാണും എന്നുള്ളത് അതൊരു 1% ആയിട്ടാണ് ജനറലി കണക്കാക്കുന്നത്. സോ ഔട്ട് ഓഫ് 10,000 ദിസ് ഈസ് ദ ടോട്ടൽ പോപ്പുലേഷൻ, റൈറ്റ്? സോ 100 പേർക്ക് ആക്ച്വലി ആ ഡിസീസ് ഉണ്ട്. നൗ in the prediction, since it is 98% sensitive, 100-ലെ 98 പേരും will be theoretically detected by the AF deep learning algorithm. ഈ രണ്ടുപേരെ it will be false negative. But the interesting thing here is there are 990 false positive cases. സോ ഇത് ആക്ച്വലി എന്താ പറയുന്നത്, ഒരു ഡീപ്പ് ലേണിംഗിന്റെ മാത്രം ഒരു ഫിനോമിനൻ അല്ല. ഇറ്റ് ഈസ് ആക്ച്വലി പ്രസന്റ് ഫോർ എനി ലോ പ്രിവലൻസ് കണ്ടീഷൻസ്. ഈവൻ വിത്ത് നിയർ പെർഫെക്റ്റ് ടെസ്റ്റ് യു ആർ ബൗണ്ട് ടു ഗെറ്റ് എ ലോട്ട് ഓഫ് ഫോൾസ് പോസിറ്റീവ്സ്. അപ്പൊ ഇത് അപ്പൊ അതൊരു ഇച്ചിരി കെയർഫുൾ ആയിരിക്കണം. കാരണം പ്രത്യേകിച്ചും ഇപ്പൊ ഈ വെയറബിൾ ഡിവൈസ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ മൈറ്റ് ബി റിലേറ്റീവ്ലി യങ്ങർ, ജിം ഗോയിങ്, വെരി ഫിറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. അപ്പൊ അവർക്ക് ഓൾറെഡി ഈ പ്രിവലൻസ് ഓഫ് AF എന്ന് പറയുന്നത് അവർക്ക്, കാരണം അവർ കൂടുതൽ എക്സസൈസ്, സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഒന്നും അല്ലാത്തതുകൊണ്ട് ഓൾറെഡി ദിസ് 1% മൈറ്റ് ബി ഈവൻ ലെസർ ഫോർ ദം. അപ്പൊ when this 1% is lesser, what that means is that this proportion of false positives might tend to be even higher for them. അപ്പം അത് it can cause unnecessary panic, unnecessary medical condition, unnecessary medical checkups, and even unnecessary treatment. അപ്പൊ അത് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനത്തെ വൈഡ് സ്പ്രെഡ് മാസീവ് യൂസിനൊക്കെ നമ്മൾ പോകുമ്പോൾ.
ഫാൾസ് പോസിറ്റീവ്സ് എപ്പോഴും ഒരു പ്രോബ്ലം ആണ് പോപ്പുലേഷൻ സ്ക്രീനിങ്ങിൽ. ഐ തിങ്ക് സാധാരണ ആൾക്കാർ മാത്രമല്ല, ക്ലിനീഷ്യൻസിന് പോലും അത് അതിനെക്കുറിച്ച് വലിയ ബോധമില്ല. അത് ഈവൻ HIV-ലൊക്കെ ഇഷ്യൂ ആയിരുന്നു. കാരണം HIV-യുടെ പ്രിവലൻസ് വളരെ കുറവായതുകൊണ്ട് ഒരുപാട് ഫാൾസ് പോസിറ്റീവ്സ് ഉണ്ട്. അതിനെയാണ് ആളുകൾ ട്രീറ്റ് ചെയ്തു നെഗറ്റീവ് IG എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കിയത്. അത് പിന്നെ വേറൊരു ഇഷ്യൂ ആണ്. എന്നാലും പറയുമായിരുന്നു, ഫാൾസ് പോസിറ്റീവ് എപ്പോഴും പോസിബിൾ ആണ്. എത്ര നല്ല ടെസ്റ്റ് ആണെങ്കിലും ഫാൾസ് പോസിറ്റീവ് ഉണ്ടാവും. ഐ തിങ്ക് യു ഹാവ് ടു ബെയർ ഇൻ മൈൻഡ്. അതിപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ കോവിഡ് ടെസ്റ്റിംഗ് ആണെങ്കിലും മാസീവ് സ്ക്രീനിങ്ങിന് പോയാൽ അത് വരും. അതെ അതെ അതെ, എക്സാക്ട്ലി. അതാണ് അതിന്റെ ഒരു പ്രശ്നം. ഓൾറെഡി ടൈം കഴിഞ്ഞു. എനിക്ക് ആക്ച്വലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, പക്ഷെ കുറച്ചും കൂടെ ഉണ്ട്. ഇറ്റ് മൈ ടേക്ക് സം മോർ ടൈം. സോ നിങ്ങളുടെ എങ്ങനെയാണ്, നമുക്ക് കണ്ടിന്യൂ ചെയ്യണോ അതോ ഇതിന്റെ വേറൊരു ദിവസം ആക്കണോ? പറഞ്ഞിരുന്നെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ പോകാൻ തോന്നുന്നു. 10 മിനിറ്റ്സും കൂടെ പോകാൻ തോന്നുന്നു. കണ്ടിന്യൂ. ഓക്കെ ഓക്കെ. സോ ഇനിയുള്ള കുറച്ച് സ്ലൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പം ഇത്രയും നാളും നമ്മൾ വളരെ നല്ല കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇതിന്റെ അഡ്വാൻറ്റേജസ് ഇല്ല. അപ്പം ഇതിന്റെ അകത്ത് ഡെഫിനറ്റ്ലി ദർ ആർ സം ഡിസഡ്വാൻറ്റേജസ് ഓൾസോ. സോ അതിനെപ്പറ്റി കുറച്ച് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. സോ വൺ ഈസ് ആക്ച്വലി സെലക്ഷൻ ബയസ്. സോ സെലക്ഷൻ ബയസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ക്ലിനിക്കൽ ട്രയലിലൊക്കെ ഉള്ളൊരു ടേമാണ്. ബേസിക്കലി നിങ്ങളുടെ സാമ്പിൾസ് ആർ, ഇഫ് ദേ ആർ ബയസ്ഡ്, then your results are tend to be biased also. So just like any clinical trial, AI also is subjected to selection bias. So if the training data is biased, you cannot expect AI driven outputs to generalize to the general population. So അതുകൊണ്ട് ഈ the validation of AI assisted tools in healthcare requires a stringent scrutinization of the training data. അപ്പൊ ഇതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് ആക്ച്വലി ഈ ഒരു സ്റ്റഡി ആക്ച്വലി ചെയ്തേക്കുന്നത്. ഇത് ആക്ച്വലി യൂറോപ്പില് പല ഹോസ്പിറ്റൽസിലും ഉപയോഗിക്കുന്ന ഒരു സ്കിൻ ക്യാൻസർ ഡിറ്റക്ഷൻ അൽഗോരിതം ആണ്. ബേസിക്കലി ഫോട്ടോ എടുത്തിട്ട് ഈ അൽഗോരിതം ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ they will tell whether you have melanoma or not. So melanoma is a malignant skin cancer condition. So that is where it is used for. So ഈ റിസർച്ചിൽ ഇവര് ചെയ്തത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവര് ഈ basically they fed 130 images to the algorithm. So what the algorithm is already trained, you can actually use it. So these researchers, they just wanted to validate some things. So in 130 image, അതിന്റെ അകത്ത് 23 എണ്ണം ആക്ച്വൽ ക്യാൻസറസ് കണ്ടീഷൻ ആയിരുന്നു. 107 എണ്ണം ബിനൈൻ നീവസ് എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് എ വെരി ബിനൈൻ കണ്ടീഷൻ, നത്തിങ് ഹാസ് ടു ബി ഡൺ ഫോർ ദാറ്റ്. They were fed and they were imaged and fed it into an already approved CNN, that stands for convolutional neural networks, or deep learning algorithm for the melanoma diagnosis. This is already approved algorithm by the regulatory body. So both marked and unmarked images are tested. അതായത് പറഞ്ഞതെന്നു വെച്ചാൽ, ഈ മാർക്ക് ചെയ്ത ഇമേജും അതിന്റെ അൺമാർക്ഡ് വേർഷനും രണ്ട് ടൈപ്പ് ഓഫ് ഇമേജസ് ഫോർ ദ സെയിം ഇമേജ്, or two different types of so one is unmarked and the second one is marked. ഇത് രണ്ടും ഫീഡ് ചെയ്തു. അപ്പൊ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, സ്പെസിഫിസിറ്റി ഡ്രോപ്ഡ് ഫ്രം 84% to 45%. അത് ഭയങ്കര വലിയൊരു ഡ്രോപ്പാണ്. ദാറ്റ് മീൻസ് ദർ ആർ മെനി ഫോൾസ് പോസിറ്റീവ്സ്. സോ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ഒറിജിനൽ ട്രെയിനിങ് നടന്നപ്പോൾ ബേസിക്കലി ഇഫ് ദ സ്കിൻ കണ്ടീഷൻ ഈസ് ക്യാൻസറസ്, ഇഫ് ഇറ്റ് ഈസ് സസ്പെക്ടഡ് ബൈ എ ഡെർമറ്റോളജിസ്റ്റ് ഓർ സം ഫിസിഷ്യൻ, ചിലപ്പോൾ അവര് ഈ ആ ലീഷന് ചുറ്റും ഇങ്ങനെ ഒരു മാർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ഫോർ ദ ഇമേജ് ഓർ ബയോപ്സി, വാട്ട് എവർ ഇറ്റ് മൈറ്റ് ബി. സോ ഈ ട്രെയിൻ ചെയ്ത ഇമേജസിൽ, ഈ ക്യാൻസറസ് ഇമേജസിൽ ആക്ച്വലി ഈ മാർക്കിങ്സ് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. സോ വാട്ട് ദാറ്റ് ആക്ച്വലി മീൻസ് ഇസ് ദാറ്റ് എ പ്രിഡോമിനൻസ് ഓഫ് സ്കിൻ മാർക്കിംഗ് ഇൻ ദ മെലനോമ സ്കിൻ ലീഷൻസ് and the images in the training data caused the AI algorithm to think that the skin markings have something to do with melanoma. അത് മനസ്സിലായെന്ന് കരുതുന്നു. അതായത് ഈ algorithm doesn't know this is a pen marking or not, right? പക്ഷെ ഈ ഇമേജസിൽ ക്യാൻസറസ് കണ്ടീഷൻസിന്റെ ഇമേജസിനകത്ത് ഈ മാർക്കിംഗ് കൂടുതലുള്ളതുകൊണ്ട് അൽഗോരിതം തോട്ട് ദാറ്റ് ഈ പേന വെച്ച് മാർക്ക് ചെയ്യുന്നത്
ക്യാൻസറുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നാണ് കരുതിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ it became there are many false positive. So these are actually ഈ ഇമേജ് എല്ലാം these are actually benign condition. ഇവിടെ മാർക്ക് ചെയ്തപ്പം they predicted it as cancer. So that is actually because of the bias in your training data. Another thing is you can also hack your AI. So there are some especially in image based things, there are some terms called adversarial patches, PGD attacks. So emerging technologies are vulnerable to hacking. So AI is actually, it is not immune to it. പ്രത്യേകിച്ച് adversarial patches എന്ന് പറയുന്നത് these are actually careful chosen inputs that cause your AI algorithm to change output without visible change to human. So ഈ ഇമേജ് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഹാക്ക് ചെയ്യാമെന്ന് കരുതിക്കും. അപ്പം അതിന്റെ അകത്തെ ചില പിക്സൽ വാല്യൂസ് ഒക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ we can fool the algorithm to produce the exact opposite result. അതാണ് ഈ adversarial attacks എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് adversarial attacksiന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിക്സൽ വാല്യൂസ് നമ്മൾ മാറ്റുമ്പോൾ ഫോർ ദ ഹ്യൂമൻ ഐ ഇറ്റ് ഡസന്റ് മേക്ക് എനി ഡിഫറൻസ്. സോ ഇപ്പോൾ ഒരു റേഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഡെർമറ്റോളജി അല്ലെങ്കിൽ ഒഫ്താൽമോളജിസ്റ്റ് വാട്ട് എവർ ദ ഫീൽഡ് ഇറ്റ് മൈറ്റ് ബി, വെദർ ഇറ്റ് ഈസ് ഫണ്ടോസ്കോപ്പി, എക്സ്റേ ഓർ ഡെർമോസ്കോപ്പി, ഒരു ഹ്യൂമൻ അത് ആക്ച്വലി കറക്റ്റ്ലി ഡയഗ്നോസ് ചെയ്യും. Because for him, the human eye doesn't detect that kind of very subtle differences. But the AI algorithm can be actually fooled by that kind of hacking. So something to expect maybe in the future. So there is a concept on hacking. Pinne oru I think this I think some of you might already know. This is actually a very famous graph called Gartner Hype Cycle for emerging technologies. സോ ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയൊരു എമർജിംഗ് ടെക്നോളജി ആദ്യം വരുമ്പോൾ ദർ ഇസ് ലോട്ട് ഓഫ് എക്സൈറ്റ്മെന്റ്. സോ ദ എക്സ്പെക്ടേഷൻസ് ആർ സീൻ ഓൺ ദ വൈ ആക്സിസ് വിത്ത് ദ ടൈം. സോ ആദ്യം ഒരു എമർജിംഗ് ടെക്നോളജി എന്തായാലും ആയിക്കോട്ടെ, എഐയോ അല്ലെങ്കിൽ ക്ലൗഡോ, എനിത്തിങ് 5G, വാട്ട് എവർ ഇറ്റ് മേ ബി, ഇത് ഇനീഷ്യലി ദർ ഇസ് ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻ. അത് ഭയങ്കര ഒരു ഹൈപ്പിലോട്ട് പോകും. ഇറ്റ് വിൽ റീച്ച് ദാറ്റ് പിന്നക്കിൾ ഓഫ് ഓൾ ദ എക്സ്പെക്ടേഷൻ. And after that time, ചിലർ അത് റിലൈസ് ചെയ്യും, okay, some of them were like hype. So that expectation goes down and it actually reaches a stage known as a trough of disillusionment. Basically, okay, ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, this is just hype, അങ്ങനെയുള്ള ഒരു സ്റ്റേജിലോട്ട് എത്തുന്നു. Then actually becomes the actual slope of enlightenment, and finally we will reach that plateau of productivity. ഇതൊരു എമർജിംഗ് ടെക്നോളജിയുടെ ഒരു നോർമൽ പ്രോസസ് ആണ്. ഇനീഷ്യൽ ഹൈപ്പ് ഫോളോഡ് ബൈ ഡിസപ്പോയിന്റ്മെന്റ് ആൻഡ് ദെൻ ഫൈനലി റീച്ചിങ് എ പ്ലാറ്റോ ഓഫ് പ്രൊഡക്ടിവിറ്റി. അപ്പൊ ഇപ്പം എനിക്ക് എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തോന്നുന്നത്, എനിക്ക് നമ്മുടെ AI ഇൻ ഹെൽത്ത് കെയർ ഡയഗ്നോസ്റ്റിക്സ് ഈ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ. I might be wrong, but that is what I feel from based on my experience. So ഒരു maybe around 2013-14 അല്ലെങ്കിൽ 5 or 6 years ago it started here. Then maybe 2 or 3 years ago it was reaching the pinnacle of excitement. But nowadays that excitement is coming a little bit down. But that is just a normal process. I think invariably it will reach this plateau of productivity. Maybe it might take a minimum another decade. But I think that's going to be the future. And one sign of this actually going into a plateau of productivity is that this is not just in research stage or publication. ഇത് ജേർണൽ പേപ്പറുകളിൽ മാത്രമായിട്ട് എൻഡ് ചെയ്യുന്നില്ല. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ ലിസ്റ്റ് എന്ന് പറയുന്നത്. These are actually all the FDA approvals for artificial intelligence based algorithms in medicine. So ഇത് 2000, you can see from, I think it will be too small, but anyway, this is 2014 onwards till last year May. And ഇച്ചിരി പഴയ ഒരു ഡയഗ്രാമാണ്. ഇത് കഴിഞ്ഞും വീണ്ടും വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ Cure.ai കഴിഞ്ഞ മാസം FDA അപ്രൂവൽ കിട്ടിയത്. അപ്പൊ അതൊക്കെ ഇതിന്റെ അകത്ത് ആഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ബട്ട് വി ഹാവ് പ്ലെന്റി ഓഫ് ദം ഓൾറെഡി വിച്ച് ആർ ബീങ് യൂസ്ഡ് ഫോർ പേഷ്യന്റ് കെയർ ഇൻ മൾട്ടിപ്പിൾ പ്ലേസസ്. So most of them are actually, you can see it is in radiology or
dermatology, ophthalmology, kind of image related fields. So I think so some of the so where can it go, the future direction? So we know that we will definitely get bigger in terms of digitized data, but it is to be actually noted that ഇപ്പോഴുള്ള ഈ ഡേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ വേൾഡ് ഡേറ്റ ലൈക്ക് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അല്ലെങ്കിൽ ഈ മെഡിക്കൽ ക്ലെയിംസ് ഡേറ്റ, they are not really initially invented to do any kind of comprehensive scientific experiments like AI. Rather, they were initially implemented just to track the patient journeys or billing related things. So even though we say that we have plenty of data and data in healthcare, the kind of data that is conducive to do such kind of this kind of experience, that's actually still not there. So evaluating the quality of data and preparing data that is AI ready in healthcare, it is still a very cumbersome task. So this is actually an area for improvement and is invariably the most crucial step before reaching that clinically meaningful productive stage of AI. So the future is definitely bright in my opinion, but it's definite that there is also a lot of hype behind it. So അത്രയ്ക്ക് ഒരു ഫാസ്റ്റ് ആയിട്ട് ഇത് പ്രോഗ്രസ് ചെയ്യും എന്ന് തോന്നുന്നില്ല, but still it is invariably bound to happen. So and the integration of data science in medical curriculum will actually prove to be very beneficial, because the subject matter knowledge ഇതിന്റെ അകത്ത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്, especially when it comes to validation or in the initial development stages for that. So അതിന്റെ കുറച്ച് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഹാർവാർഡ് മെഡിക്കൽ സ്കൂൾ ഹാസ് ഓൾറെഡി സ്റ്റാർട്ടഡ് എ കോഴ്സ് കോൾഡ് കമ്പ്യൂട്ടേഷണലി എനബിൾഡ് മെഡിസിൻ ഫോർ തേർഡ് ഇയർ മെഡിക്കൽ സ്റ്റുഡൻസ്. Another example where many doctors are coming into this field is ഇവിടെ പലർക്കും അറിയായിരിക്കും Kaggle competition. So Kaggle is the largest platform for online data science competitions. So 2 years ago they had conducted a pneumonia detection challenge through Kaggle. So basically there were a lot of teams participating. So അവരൊരു അൽഗോരിതം ഉണ്ടാക്കിയിട്ട് ഈ they have to submit their results on a testing data. So this was actually this particular pneumonia detection challenge was actually won by a team consisting of 2 members. One was a medical student and another one was a radiologist, and I think they were from Canada. So that's another example that healthcare professionals are also coming into this field a lot. So finally, I will go through some of the take-home points. So AI in healthcare, it is already happening. It doesn't end in journal publications. So that is granted. We have seen all the FDA approvals and all. The 2 major reasons for this current explosion are the availability of data and a much improved computing power. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതുവരെ ഉള്ളതിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ബ്രേക്ക് ത്രൂസ് it is happening in the medical image based domains. So most of the examples that we had seen before, they were all related to some sort of medical images. അതാണ് ഈ റേഡിയോളജിസ്റ്റിനെ റീപ്ലേസ് ചെയ്യുമെന്ന് ഒത്തിരി ഗൂഗിൾ സെർച്ചിൽ ചെയ്യുമ്പോൾ കാണുന്നത്. എനിവേ ദ നമ്പർ ഓഫ് റേഡിയോളജിസ്റ്റ് ദാറ്റ് AI has replaced till now is 0. And healthcare data is now available in plenty, but what matters for AI is the availability of quality data which is conducive for scientific developments. പിന്നെയുള്ള ഇതിനു മുമ്പ് ടൈം ലൈനിൽ കൂടെ നമ്മൾ പോയപ്പം നമ്മൾ AI വിന്ററിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പം there are some they consider that AI in healthcare is going to go into another AI winter, that is like the third AI winter, especially within healthcare. But I think it is highly unlikely to occur given that it has already substantially proved its tremendous worth in areas in other areas and is already happening, impacting our day-to-day lives like e-commerce, web searches, smartphones, etc. Now AI replacing doctors is quite possibly it is nothing but an overstatement. So AI here is actually to aid the healthcare professionals and augment the clinical practice. Integration of data science and medicine is more than likely to happen more widely. Some examples we have already seen. Now, most of the research and development, it is happening in the more developed parts of the world.
But nonetheless, India does have a number of startup companies and also established companies that work on digital health and advanced analytics in healthcare. Significant AI research is also happening in a number of Indian academic institutions. Now, one of the most important point is the validation of AI-driven tools by way should be done by conducting well-designed clinical studies or clinical trials. So this is actually very important to prove the clinical benefit so that the wider adoption can be practiced. So these are some of the take-home points. അപ്പൊ ഇത് എനിക്ക് ഇതോടെ എന്റെ പ്രസന്റേഷൻ തീരുവാണ്. ഞാനൊരു ഡെമോ കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ സമയം അനുവദിക്കുന്നില്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നമുക്ക് അടുത്ത ലെക്ചറിൽ പ്ലാൻ ചെയ്യാം. ഫോളോ അപ്പ് അങ്ങനെ ചെയ്യണം. അത് അതിന്റെ ഒരു ഇപ്പം ഉള്ള ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിന്റെ വക ഒരു 12 GB ഫ്രീ ആയിട്ട് തരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും. GPU ഗൂഗിൾ കൊളാബിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ GPU TPU നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് 12 GB. അപ്പം 9 hour വരെ നമുക്ക് റൺ ചെയ്യാം ഫ്രീ ആയിട്ട്. ഗൂഗിൾ കൊളാബില് ഗൂഗിളിന്റെ ഇപ്പം നമ്മളെ നേരത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന പൈത്തണിന്റെ നോട്ട്ബുക്കില്ലേ, ജൂപ്പിറ്റർ നോട്ട്ബുക്ക്, അതേപോലെ തന്നെ ഗൂഗിളിൻ്റെതാണ് ഗൂഗിൾ കൊളാബറേറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് നമുക്ക് റൺ ചെയ്യുമ്പോൾ നമുക്ക് GPU സെലക്ട് ചെയ്യാം. അപ്പം അത് ക്ലൗഡിൽ റൺ ചെയ്യും. അപ്പം ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത ആ കോഴ്സിലൊക്കെ അതാണ് ചെയ്യണത്. അപ്പൊ നമ്മള് അത്ര ഇന്റൻസ് ആയിട്ടുള്ള മെഷീൻ ലേണിംഗ് അൽഗോരിതം ആണെങ്കിലും നമ്മളെ സിസ്റ്റത്തിന്റെ റാമും GPU എന്നൊരു വിഷയമല്ല.